എല്ലാവർക്കും നമസ്കാരം. ഇഷ്യൂ ചെയ്ത് പ്രിന്റ് എടുത്ത TC നമുക്ക് എഡിറ്റ് ചെയ്യാൻ കഴിയുമോ? നമുക്ക് എഡിറ്റ് ചെയ്യാം. പക്ഷെ അതിനു മുമ്പ് TC എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 1 മുതൽ 7 വരെ ക്ലാസ്സുകളുള്ള സ്കൂളാണെങ്കിൽ 7ാം ക്ലാസ്സിലാണ് നമ്മൾ സാധാരണ ധാരാളം TC ഇഷ്യൂ ചെയ്യുന്നത്. മറ്റ് ക്ലാസ്സുകളിൽ അപൂർവമായി 1-2 TCകളൊക്കെയാണ് നമുക്ക് വരിക. അപ്പോൾ 7ാം ക്ലാസ്സിലെ TC എടുക്കുമ്പോൾ നമ്മൾ സ്ഥിരമായി എഴുതി വരുന്ന നമ്മുടെ ഒരു ശീലമുണ്ട്. ഈ കുട്ടിക്ക് ഉയർന്ന ക്ലാസ്സിലേക്ക് ക്ലാസ് കയറ്റത്തിന് അർഹതയുണ്ടോ? യെസ് 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 എന്ന് ഇത് നമ്മൾ ശീലിച്ചതാണ്. TC തെറ്റ് വരാനുള്ള ഒരു പ്രധാന കാരണവും ഇത് തന്നെയാണ്. മെയ് മാസം നമ്മൾ എല്ലാ ക്ലാസ്സിലെ കുട്ടികൾക്കും പ്രൊമോഷൻ കൊടുത്ത് അടുത്ത ക്ലാസ്സിലേക്ക് ക്ലാസ് കയറ്റം നൽകും. അപ്പോൾ 4ാം ക്ലാസ്സിൽ ഉണ്ടായിരുന്ന ഒരു കുട്ടി മെയ് 2 കൂടി അല്ലെങ്കിൽ 2 ശേഷം ആ കുട്ടിക്ക് നമ്മൾ സമ്പൂർണ്ണയിൽ പ്രൊമോഷൻ കൊടുത്ത് 5ാം ക്ലാസ്സിലേക്ക് എത്തും. പക്ഷെ ജൂണിന് ശേഷമാണല്ലോ സ്കൂൾ തുറക്കുന്നത്. അപ്പൊ ഈ പ്രൊമോഷൻ കൊടുത്തതിന് ശേഷം ഒരു രക്ഷിതാവ് TC വാങ്ങാൻ വരുന്നു. കുട്ടി 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു എന്ന് പറയും, 4ാം ക്ലാസ്സിൽ എത്തരും. നമ്മൾ പെട്ടെന്ന് അത് അധികമൊന്നും ശ്രദ്ധിക്കാതെ ക്ലാസ് കയറ്റത്തിന് അർഹത ഉണ്ടോ യെസ് എന്ന് അടിച്ച് TC എടുക്കും. സ്വാഭാവികമായിട്ടും ഈ TC കൊണ്ട് കുട്ടി അടുത്ത സ്കൂളിൽ പോകും. അവിടെ കാര്യങ്ങളൊക്കെ ശരിക്കും നോക്കുന്ന ഒരാളാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ കുട്ടി 6ാം ക്ലാസ്സിലേക്കാണല്ലോ TC വന്നത് എന്ന് കണ്ടുപിടിക്കും. ഈ രക്ഷിതാവ് തിരിച്ച് ഈ സ്കൂളിലേക്ക് തന്നെ വരുമ്പോഴാണ് ഇത് എഡിറ്റ് ചെയ്യാൻ കഴിയാതെ പല ആൾക്കാരും വിളിക്കുന്നു. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ TC വീണ്ടും എഡിറ്റ് ചെയ്യാം. ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ആദ്യം ഈ സെർച്ചിൽ TC നമ്പർ അടിച്ച് ഫോർമർ സ്റ്റുഡൻസ് എടുത്ത് TC നമ്പർ അടിച്ച് നമുക്ക് ആ കുട്ടിയെ കണ്ടെത്താം. ഇനി അത് വേണമെന്നില്ല, ഫോർമർ സ്റ്റുഡൻസ് കൊടുത്ത് നമ്മളെ ക്ലാസ് ഏതെങ്കിലും ക്ലാസ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ക്ലാസ് ഒന്ന് TC കൊടുത്ത് എല്ലാവരെയും കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ കുറെ കുട്ടികൾക്ക് TC കൊടുത്ത് ഒരുപാട് കുട്ടികൾ നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. ഏതെങ്കിലും ഒരു കുട്ടിയെ നമ്മൾ എടുത്ത് അതെങ്ങനെ എഡിറ്റ് ചെയ്യാം എന്ന് കാണിക്കാം. ഒരു കുട്ടിയെ സെലക്ട് ചെയ്യുന്നു. ആ കുട്ടിയെ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് പ്രിന്റ് TC, കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ്, ഈ 2 ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ. ആ TC കൊടുത്ത കുട്ടിയുടെ TC എപ്പോൾ വേണമെങ്കിൽ നമുക്ക് വീണ്ടും പ്രിന്റ് ചെയ്യാം. അല്ലെങ്കിൽ ആ കുട്ടിക്ക് കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ അതിൽ കൊടുക്കാം. വേറെ ഓപ്ഷൻസ് ഒന്നും നമ്മൾ ഈ കുട്ടിയുടെ പേജിൽ കാണാൻ കഴിയില്ല. പക്ഷെ ഇവിടെ നോക്കൂ, ഒരു ടിക്ക് TC ഇഷ്യൂഡ്, ഇതിന്റെ ഇപ്പുറം മാർക്ക് ആസ് നോട്ട് ഇഷ്യൂഡ് എന്ന് കാണാം. നമ്മളിവിടെ മാർക്ക് ആസ് നോട്ട് ഇഷ്യൂഡ് കൊടുക്കുമ്പോൾ ഇവിടെ TC നോട്ട് ഇഷ്യൂഡ് എന്നാവുന്നു. നോട്ട് ഇഷ്യൂഡ് എന്നായെങ്കിലും ഇവിടെ പ്രിന്റ് TCയും കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് 2 ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഇപ്പോഴും നമുക്ക് TC എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അവിടെയാണ് നമ്മൾ ഈ പേജ് ഒന്ന് റീലോഡ് ചെയ്യുന്നത്. പേജ് റീലോഡ് ചെയ്യുന്നതോടുകൂടി പുതിയ ഓപ്ഷൻ വന്നു, TC എഡിറ്റ് TC. നാം ഇഷ്യൂ ചെയ്ത TC മറ്റൊരു സ്കൂളിൽ പോയി ജോയിൻ ചെയ്യില്ലെങ്കിൽ ജോയിൻ ചെയ്യുന്നവരെ നമുക്ക് ഇവിടെ നിന്നും എഡിറ്റ് TC കൊടുത്താൽ സാധാരണ നമ്മൾ ഒരു ഇഷ്യൂ TC കൊടുക്കുമ്പോൾ എന്തൊക്കെ ഓപ്ഷൻസ് കടന്നു വരുന്നു ആ ഓപ്ഷൻസ് ഒക്കെ വീണ്ടും നമുക്ക് വരുന്നു. അല്ലാതെ നമ്മൾ കൺഫേം ചെയ്ത ഡാറ്റ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതേസമയത്ത് ഒരു TC ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന രേഖകളൊക്കെ സ്കൂളിന്റെ പേര് മാറ്റാം, ഏത് സ്കൂളിലേക്കാണുള്ളത് മാറ്റാം. അതേപോലെ മറ്റ് അവിടെ വരുന്ന തെറ്റുകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് മാറ്റി വീണ്ടും TC എടുക്കാൻ വേണ്ടി കഴിയും. ഒന്നുകൂടി ശ്രദ്ധിക്കുക, TC എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക, പരമാവധി തെറ്റുകൾ ഇല്ലാതെ എടുക്കുക. മറ്റൊരു സ്കൂളിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പേ ആണെങ്കിൽ നമുക്ക് ഇത് എഡിറ്റ് ചെയ്യാം. ഓക്കെ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.